ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ നോട്ടിഫിക്കേഷൻ അല്ലേ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. 37 ഓളം ഒഴിവുകളാണ് നമ്മളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അല്ലേ. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാത്രമല്ല, കൂടൽമാണിക്യം അതിൽ വന്നിട്ടുണ്ട്, കൊച്ചിൻ ദേവസ്വം ബോർഡ് വന്നിട്ടുണ്ട്, അതേപോലെ ഗുരുവായൂർ വന്നിട്ടുണ്ട്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വന്നിട്ടുണ്ട്. 4 ദേവസ്വം ബോർഡ് കൂടിയാണ് ഇത്ര ഒഴിവുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒഴിവ് വന്ന സമയത്ത് നമ്മളെ നോട്ടിഫിക്കേഷൻ കണ്ടു, ഏതൊക്കെ ഒഴിവുകളാണെന്ന് കണ്ടു, അവസാന ഡേറ്റ് നമ്മൾ കണ്ടു. അപ്പോൾ തന്നെ ദേവസ്വം ബോർഡ് LDയുടെ എക്സാം നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് മുന്നിൽ വെച്ചു. നമുക്ക് പ്രധാനമായിട്ടും 3 LDയുടെ എക്സാമാണ് വരാനിരിക്കുന്നത്. ബൈ ട്രാൻസ്ഫർ ഒന്നുണ്ട്, അതിൽ നമ്മൾ പറയുന്നില്ല. 3 LD എക്സാം നമ്മൾ വരാനിരിക്കുന്നത്. ഒന്ന് എവിടെയാണ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലാണ്, മറ്റേത് മറ്റ് 2 ദേവസ്വം ബോർഡിലാണ്. അപ്പോൾ നമുക്ക് ആ ദേവസ്വം ബോർഡിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ ഒരുപാട് സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും സങ്കടങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർക്ക് കണ്ടു അല്ലേ. വൈകാരികമായ പല മെസ്സേജുകളും ഞാൻ അതിലിടെ കണ്ടു. കാരണം അവസാന അറ്റംപ്റ്റ്, അതായത് നമുക്കറിയാം ഇതിനൊരു വയസ്സിനൊരു കാറ്റഗറി ഉണ്ടായിരുന്നു. അവസാന വയസ്സ്, അതായത് കാറ്റഗറി അവസാനമായിരുന്നു, വയസ്സ് അവസാനമായിട്ട് വരുന്നതായിരുന്നു. അപ്പോൾ ഇനിയൊരു എക്സാം വരുമ്പോൾ കാലയളവിനുള്ളിൽ ആ വയസ്സിൻ്റെ ഓവറായി പോകുമ്പോൾ ലാസ്റ്റ് ഒരു പ്രതീക്ഷയായിരുന്നു എന്ന രീതിയിലുള്ള ഒരുപാട് മെസ്സേജുകൾ നമ്മൾ ഇതിനിടയിൽ വായിച്ചു. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു LDനെ പറ്റി നമുക്ക് പറയാനുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം വരെ നമുക്ക് പറയാനുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നമ്മൾ കാത്തിരുന്ന ഒരു എക്സാമിൻ്റെയാണ്. എന്താണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, അതിൽ LD ക്ലർക്ക് സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് 2 ആണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ. എത്രയാണ് കാറ്റഗറി നമ്പർ 039/2025 ആണ്. രൂപ ശമ്പള സ്കെയിൽ വരുന്നത് 26,500, 60,700 ആണ്. ഇതിലാണ് വിദ്യാഭ്യാസ യോഗ്യത വന്നത്. എന്തായിരുന്നു? +2 അല്ലെങ്കിൽ തത്തുല്യം. പിന്നീട് ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റ് എന്നാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സാധനമാണ് നമ്മളെ എന്ത് ചെയ്ത് ഒരുപാട് ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുന്നത് അല്ലേ. എന്താണ് ഈ ഒരു കാര്യം? അപ്പോൾ മറ്റേതെങ്കിലും സർട്ടിഫിക്കറ്റ് കിട്ടിയ ആൾക്കാർ എഴുതിയാൽ പറ്റുമോ? അതിൻ്റെ കറക്റ്റായിട്ട് എന്താണ് കാര്യം എന്നാണ് നമുക്കറിയണം. നമുക്ക് വീഡിയോയുടെ അവസാനം നമുക്ക് എന്ത് ചെയ്യാം, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം എന്താണെന്നുള്ളത്. ഇനി നിലവിൽ എത്രയാണ് ഒഴിവുകളുള്ളത്? നിലവിൽ 113 ഒഴിവുകളാണ് നമ്മളെ മുന്നിലുള്ളത് അല്ലേ. 113 ഒഴിവുകളാണ് നമ്മളെ മുന്നിൽ. ഒരു വിരലെണ്ണാവുന്ന ഒഴിവുകളൊന്നുമല്ല, നമുക്ക് കുറച്ച് ഒഴിവുകൾ നമ്മളെ കയ്യിൽ ഉണ്ട് അല്ലേ. നോക്കാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഞാൻ പറഞ്ഞു, ഈ വിദ്യാഭ്യാസ യോഗ്യതയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യാം, പറഞ്ഞു തരും. ഓക്കെ, നോക്കാം. അടുത്തത് ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധിയാണ് അടുത്ത കാര്യം. 18 വയസ്സ് മുതൽ 39 വയസ്സ് വരെയാണ് പ്രായം. അതിൽ പ്രത്യേകിച്ച് പ്രായം എന്ന് പറയുമ്പോൾ നമുക്ക് സംശയമുണ്ടാകും, എങ്ങനെയാണ് പ്രായത്തെ ഡെഫിനിഷൻ ചെയ്യുന്നത്. ഇവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ എത്രയാണ്? 2/1/1989 89നും 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. നോക്കിയേ, 2 തീയതികൾ ഉൾപ്പെടെ പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കും മറ്റ് പിന്നോക്ക സമുദായങ്ങൾ ഉൾപ്പെട്ടവർക്കും നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ് എന്നും കൂടി അവിടെ പ്രധാനമായിട്ടും പറഞ്ഞു അല്ലേ. അവർക്ക് അതിൻ്റെ, അതായത് SC/ST കാറ്റഗറി ആയിക്കോട്ടെ, പട്ടികജാതി ആയിക്കോട്ടെ, OBC കാറ്റഗറി ആയിക്കോട്ടെ, അവർക്ക് അതിനനുസരിച്ചുള്ള നിയമാനുസൃതമായിട്ടുള്ള വയസ്സിൻ്റെ ഇളവുകൾ അവർക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി ഏതാണ് പരീക്ഷാ ഫീസ് എത്രയാണ്? നോക്കിയേ, 500 രൂപയാണ് വരിക. അതിൽ ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ EWC കാറ്റഗറിക്ക് 500 തന്നെയാണ്, OBCക്ക് 500 തന്നെയാണ്, SC/STക്കാർക്ക് എത്രയാണ്? 250 രൂപയാണ് എക്സാം ഫീ ഉള്ളത്. അത് എക്സാം ഫീ അടയ്ക്കേണ്ടത് നമ്മൾ സാധാരണ പോസ്റ്റിൽ അങ്ങനെയൊന്നല്ല. നമ്മൾ ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ അപേക്ഷ സമർപ്പിക്കുന്ന കൂടെ തന്നെ ഓൺലൈനായിട്ടാണ് നമ്മൾ എന്ത് സമർപ്പിക്കേണ്ടത്, ഈ എക്സാം ഫീ അടയ്ക്കേണ്ടത്. ഓൺലൈനായിട്ടാണ് എക്സാം ഫീ അടയ്ക്കേണ്ടത്. ഓക്കെ, ഇനി അതിൻ്റെ സൈറ്റിൻ്റെ കാര്യം കൂടി പറഞ്ഞുതരാം. പലരും കമൻറ്റായി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് സൈറ്റിലാണെന്നുള്ളത്. നോക്കിയേ, അവസാന തീയതി എന്ന് പറയുന്നത് 30/9/2025 ആണല്ലേ. ഏതാണ്? സെപ്റ്റംബർ മാസം 30-ാം തീയതിയാണ് അവസാന തീയതി. ഒരിക്കലും അവസാന തീയതിക്ക് വേണ്ടി കാത്തിരിക്കരുത്. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് എത്രയാണ്? എന്താ, ഓണം കഴിഞ്ഞ സമയമാണ്. നമുക്ക് ഒരുപാട് സമയമുണ്ട് അല്ലേ. സെപ്റ്റംബർ മാസം ആദ്യം തന്നെയാണ് ഇത്തവണ ഓണം വന്നത്. നമ്മളെ മുന്നിൽ ഒരുപാട് സമയമുണ്ട്. അതുകൊണ്ട് ആരും ലേറ്റ് ആക്കാതെ അല്ലെങ്കിൽ അവസാന നിമിഷത്തിലേക്ക് വെക്കാതെ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ സൈറ്റിൽ പോവുക. ഇനി ഏത് സൈറ്റാണെന്ന് അറിയാത്തവർക്ക് സൈറ്റും കൂടി പറഞ്ഞുതരാം. നോക്കിയേ, www.kdrb.kerala.gov.in അതാണ് നമ്മളെ സൈറ്റിൻ്റെ പേര്. ഈ സൈറ്റിൽ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലേ, ഈ ഒരു LD ക്ലർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നവരാണെങ്കിൽ സമയം കളയരുത്, ഇപ്പോൾ തന്നെ നിങ്ങൾ അപേക്ഷിക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നതേ ഉള്ളൂ, മറ്റുള്ള സഹായം ഒന്നും ആവശ്യമില്ല. ഇനി അഥവാ
അതായത് കമ്പ്യൂട്ടറിൻ്റെതായിട്ട് ബന്ധപ്പെട്ടുള്ള പരിജ്ഞാനങ്ങൾ ഇത്തിരി കുറവുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മറ്റുള്ള കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപേക്ഷിക്കാം. അല്ലെങ്കിൽ സ്വന്തമായി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിസ്റ്റം ഉണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. വലിയ രീതിയിലുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. അഥവാ നിങ്ങൾ ലോഗിൻ ചെയ്തവരാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായി. അഥവാ ഇതുവരെ ദേവസ്വം ബോർഡ് എക്സാമിന് വേണ്ടി കൊടുക്കാത്തവർ, അതായത് വൺ ടൈം വെരിഫിക്കേഷൻ നടത്താത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പ്രൊസീജിയർ ഉണ്ടാവും. അല്ലാത്തവർക്കാണെങ്കിൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിനുവേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മൾ ഒന്നാമത്തെ LDയുടെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം. രണ്ടാമത്തെ നോക്കിയേ, ക്ലർക്ക് ദേവസ്വം അസിസ്റ്റന്റ് അല്ലെങ്കിൽ ജൂനിയർ ദേവസ്വം ഓഫീസറാണ്. വന്നിരിക്കുന്നത് എവിടെയാണ്? കൊച്ചിൻ ദേവസ്വം ബോർഡാണ്. കാറ്റഗറി 066/2025. ശമ്പള സ്കെയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇവിടെ വിദ്യാഭ്യാസ യോഗ്യത SSLC മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ തത്തുല്യം. SSLC അല്ലെങ്കിൽ തത്തുല്യമാണ് ഇവിടെ വിദ്യാഭ്യാസ യോഗ്യത ചോദിച്ചിരിക്കുന്നത്. ഇതും എവിടെ, ഏത് ദേവസ്വം ബോർഡാണ്? കൊച്ചിൻ ദേവസ്വം ബോർഡാണ്. പക്ഷേ ഇവിടെ ഒഴിവുകൾ എത്രയാണ്? നിലവിലുള്ള ഒഴിവ് 1 നിലവിലുള്ള ഒഴിവ് എത്രയാണ്? ഒരു ഒഴിവാണ് നമ്മളെ മുന്നിലേക്ക് ഉള്ളത്, അല്ലേ? ഇതും ഇതേപോലെ തന്നെ 18 മുതൽ 36 വയസ്സ് വരെയാണ് അതിൻ്റെ പ്രായപരിധി. കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ, അതായത് പരീക്ഷാ ഫീസും മറ്റു കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ്. ഒരു വിധത്തിലുള്ള മാറ്റങ്ങളും ഇവിടെയും ഇല്ല. ഇനി അടുത്ത ഒരു LD നോക്കാം. LD ക്ലർക്കാണ്. ഇത് കൂടൽമാണിക്യം ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിയാണ്. അവിടെ കാറ്റഗറി നമ്പർ 074/2025 ആണ്. ഇതും ശമ്പള സ്കെയില് 18,000 മുതൽ 41,500 ആണ്. അവിടെ വിദ്യാഭ്യാസ യോഗ്യത SSLC ചോദിച്ചിരിക്കുന്നു. പിന്നീട് ഒരു എസെൻഷ്യൽ സ്കിൽ എന്ന രീതിയിൽ കമ്പ്യൂട്ടർ പരിജ്ഞാനം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത്ര, അതായത് ഇന്നത് വേണം എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ കണ്ടു എന്താണ് വേണ്ടത് എന്നുള്ളത്. പക്ഷേ ഇവിടെ എന്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ? കമ്പ്യൂട്ടർ വിജ്ഞാനം ആവശ്യമാണ് എന്ന് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. പ്രത്യേകമായിട്ട് ഇന്ന കോഴ്സ് ചെയ്യണം എന്നൊന്നും എവിടെ പറഞ്ഞിട്ടില്ല. കൂടൽമാണിക്യം ദേവസ്വം ബോർഡിൻ്റെ LD ക്ലർക്കിൽ പറഞ്ഞിട്ടില്ല. അടുത്ത എന്താണ്? നിലവിലുള്ള ഒഴിവുകൾ എത്രയാണ്? ഒരു ഒഴിവാണ് നമ്മളെ കയ്യിലുള്ളത്, അല്ലേ? നിലവിൽ ഒരു ഒഴിവാണ് നമ്മളെ കയ്യിലുള്ളത്. പിന്നീട് ഉദ്യോഗാർത്ഥികളുടെ വയസ്സിൽ ചെറിയൊരു മാറ്റമുണ്ട്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് ഇവിടെ ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി. നേരത്തെ 36 ആണെങ്കിൽ ഇവിടെ 18 മുതൽ 40 വയസ്സ് വരെയാണ് ഇവിടെ എന്ത് പ്രായപരിധി കൊടുത്തിരിക്കുന്നത്. മറ്റ് പറയുന്നതൊക്കെ ഒരേ കാര്യങ്ങൾ തന്നെ. ഇനി നമ്മളെ ദേവസ്വം ബോർഡിൻ്റെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട കമ്പ്യൂട്ടർ പരിജ്ഞാനം നമ്മൾ കണ്ടു, അല്ലേ? അപ്പോൾ കമ്പ്യൂട്ടർ പരിജ്ഞാനം ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ്, അതായത് നമ്മൾക്ക് ഇപ്പോൾ ദേവസ്വം ബോർഡ് ഒരു ചെറിയ, അതായത് ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു, അല്ലേ? നമുക്കിപ്പോഴും ഒരു ആശയക്കുഴപ്പമാണ് നമ്മളെ മുന്നിൽ നിൽക്കുന്നത്. അതായത് അവർ പറഞ്ഞ കോഴ്സ് എന്താണ്? ഇവിടെ പറഞ്ഞ കോഴ്സ് നോക്കാം. ഇവിടെ ദേവസ്വം ബോർഡിൻ്റെ പറയുന്നത് ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റ് ആണ് പറയുന്നത്, അല്ലേ? സാധാരണഗതിയിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് PSC തന്നെ പറഞ്ഞു തരും, അല്ലേ? ഇന്നതൊക്കെ എന്താണ് ഈക്വലൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തും ഇതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഏതാണെന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ വരാനുണ്ട്. നമ്മൾ PSCയുടെ ലെവലിൽ ചിന്തിക്കുകയാണെങ്കിൽ PSC ആയിട്ട് ബന്ധപ്പെട്ട് അതിന് തത്തുല്യമായ രീതിയിൽ വരുന്ന, അല്ലേ? അതായത് ഈ ഒരു കാര്യങ്ങൾ എടുത്താലും കൂടി മതിയാവും എന്ന രീതിയിൽ വരുന്ന കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. ഒന്നാണ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അഥവാ DCA. ഇത് PSCയുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ പറയുന്നത്. ദേവസ്വം ബോർഡിൻ്റെ ക്ലാരിഫിക്കേഷൻ ചിലപ്പോൾ ഇനി വരാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്, അല്ലേ? ഒന്ന് DCA, അതേപോലെ സർട്ടിഫിക്കറ്റ് ഇൻ വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് ഡാറ്റ എൻട്രി, അതുപോലെ ഡിപ്ലോമ ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, അതല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇൻ ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ എന്നീ സർട്ടിഫിക്കറ്റുകൾ PSCയുടെ കാറ്റഗറിയിൽ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ കോഴ്സുമായി ബന്ധപ്പെട്ട് തത്തുല്യമായ രീതിയിൽ നമുക്ക് വരാൻ പറ്റുന്നതാണ്. ഈ കോഴ്സിലുള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, അപേക്ഷിക്കാൻ പറ്റേണ്ടതാണ്. പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നമുക്ക് നോക്കാം, നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് LD ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് നമുക്ക്. അപ്പോൾ ഈ LDയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ മറ്റൊരുപാട് ഒഴിവുകൾ നമ്മളെ മുന്നിലുണ്ട്, അല്ലേ? അവിടെ പ്യൂണായിട്ടും അതേപോലെ ടീച്ചിങ് വേക്കൻസി ആയിട്ടൊക്കെ ഒരുപാട് ഒഴിവുകൾ അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷൻ നോക്കുക, നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങളെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, തിരഞ്ഞെടുക്കുക. നമുക്കറിയാം ദേവസ്വം ബോർഡിൻ്റെ എക്സാം ആയതുകൊണ്ട് തന്നെ ഒരു വിഭാഗത്തിന് മാത്രമേ എന്ത് പറ്റുള്ളൂ, ഈ ഒരു എക്സാം എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റാവുന്ന മാക്സിമം, അല്ലേ, ഏതൊക്കെ ജോലിക്ക് വേണ്ടി നമുക്ക് നമ്മളെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുമോ അതിനൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അധികം വൈകാതെ തന്നെ എന്ത് വരും, എക്സാം വരും. നമുക്ക് സിലബസ് നമ്മൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ സിലബസ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെയുള്ള സിലബസാണ് നമ്മളെ മുന്നിലുള്ളത്. അതുകൊണ്ട് പഠിത്തം ഇപ്പോഴേ തുടങ്ങുക, എക്സാം ഡേറ്റ് വരട്ടെ എന്നൊന്നും വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്, പഠിത്തത്തിൽ ഉഴപ്പ് ചെയ്യരുത്. ഇനി വരാൻ പോകുന്ന, നമ്മളിപ്പോൾ ഓണം കഴിഞ്ഞു, അല്ലേ?
വരാൻ പോകുന്ന ഓണം നമുക്കൊരു ദേവസ്വം ബോർഡ് ഒരു ജോലിയായിട്ട് നമ്മളെ കുടുംബത്തോട് കൂടി നല്ല രീതിയിൽ ആഘോഷിക്കാൻ പറ്റട്ടെ. അതിനു വേണ്ടിയിട്ട് വരാൻ പോകുന്ന ദേവസ്വം ബോർഡിൻ്റെ നമുക്കറിയാം 1 2 3 4 ദേവസ്വം ബോർഡിലേക്കാണ് ടോട്ടലി നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ആ 4 ദേവസ്വം ബോർഡ് എക്സാമിനും നമുക്ക് ഒരുമിച്ച് പഠിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. അതിനുവേണ്ടി തന്നെ CCയിൽ ദേവസ്വം ബോർഡിൻ്റെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ, മെൻറ്റർഷിപ്പ് സപ്പോർട്ടുകൾ, PYQ ആൻസറിങ്, അതേപോലെ മോഡൽ എക്സാമുകൾ, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് നമ്മളെ ദേവസ്വം ബോർഡിൻ്റെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ബാച്ചിൽ ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇവിടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. അത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇത് മാത്രമല്ലാതെ അതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് നമുക്ക്. അതുകൂടാതെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. നമുക്ക് എന്ത് ചെയ്യാം, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അധികം വൈകാതെ തന്നെ നല്ലൊരു പുത്തൻ വാർത്തയുമായിട്ട് നമുക്ക് വരാൻ സാധിക്കട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാം. താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളെ സംശയങ്ങൾ നിങ്ങൾക്ക് എന്ത് രേഖപ്പെടുത്താം. അപ്പോൾ പുതിയൊരു വിവരമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.